ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ സ്ഥലത്തും ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി. ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും, പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എങ്ങനെയാണ് സോക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കിവി, ആപ്രിക്കോട്ട്, കറുത്ത മുന്തിരി, പൈനാപ്പിൾ, ക്രാൻബെറി, ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ഗോൾഡൻ കളറിലുള്ള ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് ചെറി, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം അരിഞ്ഞതിന് ശേഷം 1/4 കപ്പ് വീതമുണ്ട്. എല്ലാം കൂടെ 2 കപ്പ് ഉണ്ടായിരിക്കും. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ അരിഞ്ഞതിന് ശേഷം 2 മുതൽ 2.5 കപ്പ് വരെ എടുക്കാം. അതിൽ കൂടി പോകരുത്. ഇത് 1 കിലോ കേക്കിനുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധിക്കാനുള്ള പ്രധാന കാര്യം, നമ്മളിവിടെ എടുക്കുന്ന പാത്രങ്ങളിലും സ്പൂണിലും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സിലും ഒന്നിലും തീരെ വെള്ളമയം പാടില്ല. വെള്ളമയം ഉണ്ടെങ്കിൽ ഇത് പൂക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളുടെ കയ്യിലും തീരെ വെള്ളമയം പാടില്ല. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആപ്രിക്കോട്ടും പൈനാപ്പിൾ അരിഞ്ഞതും ഇട്ട് കൊടുത്തു. ഇനി ഇട്ട് കൊടുക്കുന്നത് കിവി അരിഞ്ഞതാണ്. ഇതോരോന്നും 1/4 കപ്പ് വീതമാണ് ഞാൻ അരിഞ്ഞതിന് ശേഷം എടുത്തിരിക്കുന്നത്. ഇനി ഇട്ട് കൊടുക്കുന്നത് ടൂട്ടി ഫ്രൂട്ടി, പിന്നെ ഇട്ട് കൊടുക്കുന്നത് ചെറി അരിഞ്ഞത്. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പ്രൂൺസ് അരിഞ്ഞത് അതുപോലെ തന്നെ ഡേറ്റ്സ് അരിഞ്ഞത് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ല എങ്കിൽ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് കുറച്ചധികം ഇട്ട് കൊടുത്താലും മതി. എല്ലാം കൂടെ 2 കപ്പ് വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിന് മുന്നേ ഞാൻ വേറെ പ്ലം കേക്ക് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അതിലെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാതെ തന്നെ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതെല്ലാം പറയുന്നുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഗോൾഡൻ കളറിലുള്ള ഉണക്കമുന്തിരിയും കറുത്ത ഉണക്കമുന്തിരിയും ഇട്ട് കൊടുത്തു. ഇനി ഇട്ട് കൊടുക്കുന്നത് ക്രാൻബെറിയാണ്. ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് നട്ട്സാണ്. നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഉള്ളത് എങ്കിൽ അത് തന്നെയായിട്ട് അരിഞ്ഞിട്ട് 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ബദാമും പിസ്തയും അണ്ടിപ്പരിപ്പും കൂടെ അരിഞ്ഞത് 1/4 കപ്പാണ്. ഇതെല്ലാം ഒരുപാട് ചെറുതാക്കി അരിയരുത്. ഏകദേശം മീഡിയം വലുപ്പത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് മർമലേഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതില്ല എങ്കിൽ 1 ടേബിൾ സ്പൂൺ മിക്സ്ഡ് ഫ്രൂട്ട് ജാം ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചതും 1/4 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചതും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നില്ല. ഞാനത് കേക്ക് ഉണ്ടാക്കുമ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിനകത്തേക്ക് റെഡ് വൈനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റമ്മോ അല്ലെങ്കിൽ ബ്രാൻഡിയോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഇവിടെ റെഡ് വൈനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ റെഡ് വൈൻ 1 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ബ്രാൻഡിയോ അല്ലെങ്കിൽ റമ്മോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. 1 കപ്പ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ വീണ്ടും ഇളക്കി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂണും പാത്രങ്ങളും ഗ്ലാസ് ബോട്ടിലും എല്ലാം വെള്ളമയം തീരെ ഇല്ലാത്തതായിരിക്കണം. അപ്പോഴാണിത് പൂക്കാതിരിക്കുക. ഇത് നമ്മളിനി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് പുറത്താണ് വെക്കുന്നത്. ഇത് സ്റ്റോർ ചെയ്യേണ്ട രീതി, ഞാനിവിടെ ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ വേണം എടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്ത് നമ്മൾ ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് ഇതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ പൂക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഇൻസ്റ്റൻ്റായിട്ട് കേക്ക് ഉണ്ടാക്കണം. ഇപ്പോൾ ഇത് അതോടെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലത്തെ ഗ്ലാസ് ബോട്ടിൽ എടുക്കുന്നുണ്ട്. തീരെ വെള്ളമയം ഇല്ലാത്ത ബോട്ടിലാണിത്. അതിനകത്തേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും എടുക്കരുത്. അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് 2 or 3 കേക്കൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഫ്രൂട്ട്സ് എല്ലാം കൂട്ടിയെടുത്താൽ മതി. ഞാനിപ്പം ഇവിടെ 1 കേക്കിനുള്ള ഫ്രൂട്ട്സ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബോട്ടിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് വലിയ ബോട്ടിൽ വേണം എടുക്കാനായിട്ട്. അതായത് മുകളിൽ കുറച്ച് സ്പേസ് വേണം. എന്നാലാണ് നമ്മൾക്കിത് ഷെയ്ക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെറിയ ബോട്ടിലെടുത്ത് അത് ഫുള്ളായിട്ട് കുത്തി നിറച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഷെയ്ക്ക് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് ബാക്കി വൈൻ ഉണ്ടെങ്കിൽ അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് നേരെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ വൈൻ എടുക്കുമ്പോഴും നല്ല റെഡ് വൈൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് തരുന്നത്. ഇപ്പോൾ ഇതാ ഞാനിവിടെ എടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന വൈനും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. നമ്മൾക്ക് ഈ ബോട്ടിൽ ഷെയ്ക്ക് ചെയ്യാനും പറ്റും. അങ്ങനത്തെ ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ ബോട്ടിൽ അടച്ചു വെച്ചതിന് ശേഷം ഒരുപാട് ലൈറ്റ് വരാത്ത
ഒരു വശത്തേക്ക് ഈ ബോട്ടിൽ മാറ്റി വയ്ക്കാം. ഇനി ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. അതിനാണ് നമ്മൾ റെഡ് വൈൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ റമ്മോ ബ്രാൻഡി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ഇതേ മെത്തേഡ് തന്നെയാണ്. പുറത്ത് തന്നെ വെക്കുക, അധികം ലൈറ്റ് വരാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക. ദിവസവും ഇതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ റെഡ് വൈനൊക്കെ എല്ലാ ഭാഗത്തേക്കും ആയി ഇത് നല്ലപോലെ സോക്കായിട്ട് വരുന്നത്. ഇപ്പോൾ അതിവിടെ 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും നമ്മൾ ഇതേപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോഴാണ് കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഡെയിലി ഇതേപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് റെഡ് വൈൻ എല്ലാ ഭാഗത്തേക്കും ആയി കിട്ടുന്നത്. പിന്നെ ഇത് കൂടുതൽ സമയം വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അതായത് 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് വെച്ച് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ അടുത്ത് തന്നെ ഞാൻ ഇടുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മൾക്ക് അടുത്ത് തന്നെ ഇത് വെച്ച് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ട് കാണാം. താങ്ക്